ഈ കല്യാണത്തിൽ തലവരാൻ വേണ്ടി നീ ഇങ്ങനെ കള്ളം പറയരുത്. അല്ല, കള്ളമല്ല, സത്യം. സത്യം മാത്രമാണ് ഞാൻ പറയുന്നത്. അമ്മയുടെ മോള് ജീവിച്ചിരിപ്പുണ്ട്. മൂർത്തി ഉണ്ടോ ഇവിടെ? ഇല്ല, അയാൾ ഓഫീസിൽ പോയിരിക്കുക. അവന്തിക്ക് മുകളിലുണ്ട്. കുറേ നേരമായിട്ട് ആരെ ഫോണിൽ വിളിച്ചോണ്ടിരിക്കുക. രണ്ടുപേർക്കും സുഖല്ലേ? ഇവിടെ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ഇവിടെ വന്നപ്പോഴല്ലേ എല്ലാവരെയും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റിയത്. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. വേണ്ട, ആദ്യം ഞാൻ അവന്തിക്ക് ഒന്ന് കണ്ടിട്ട് വരട്ടെ. ആ, മിസ്റ്റർ ശേഖർ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ. ഈ പറയുന്ന പ്രോപ്പർട്ടി വാങ്ങാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ അതിന്റെ ഡോക്യുമെന്റ്സ് ക്ലിയർ അല്ല. അത് നിങ്ങൾ ക്ലിയർ ആക്കി തരണം. ആഹാ, എപ്പോ? ക്ലിയർ ആക്കിയോ? ഗുഡ്. ഒരു കാര്യം ചെയ്യൂ, ക്ലിയർ ചെയ്ത ഡോക്യുമെന്റ്സ് ആദ്യം എന്റെ മെയിലിലേക്കൊന്ന് അയക്കൂ. എന്റെ അഡ്വക്കേറ്റ് കൺവിൻസ് ആവുകയാണെങ്കിൽ നാളെ തന്നെ അഗ്രിമെന്റ് എഴുതി അഡ്വാൻസ് കൊടുക്കാം. എന്തു പറയുന്നു? ശരി, എന്നാ പിന്നെ മെയിൽ അയക്കൂ. ആ, അല്ല, ഇതാരാ? സമൃദ്ധയോ? ഒന്ന് വിളിച്ചതുപോലും ഇല്ലല്ലോ. വലിയ വലിയ വിജയങ്ങൾ നേടുമ്പോ ഇതുപോലെ അപ്രതീക്ഷിതമായിട്ട് നേരിട്ട് വന്ന് കൺഗ്രാറ്റ്സ് പറയുന്നതാണ് നല്ലതെന്ന് തോന്നി. എന്തായാലും കേസിൽ സ്റ്റേ കിട്ടിയല്ലോ. കൺഗ്രാറ്റ്സ്. താങ്ക്സ്. സമൃദ്ധ, ഇരിക്കെ, വാ. സത്യം പറഞ്ഞ ഈ സ്റ്റേ എനിക്ക് കേസ് ജയിക്കുന്നതിന് തുല്യ. ഐ എം വെരി ഹാപ്പി. എന്തോ പുതിയ ഡീൽ ഒത്തു വന്നിട്ടുണ്ടല്ലോ. ഞാനിങ്ങോട്ട് കയറി വരുമ്പോ ഫോണിൽ സംസാരിക്കുന്ന കേട്ടു. അതൊരു പ്രോപ്പർട്ടി വാങ്ങുന്ന കാര്യ, ഒരു ഹോസ്പിറ്റല്. ഭാവിയിൽ എന്റെ മോളെ പഠിപ്പിച്ച് ഡോക്ടറാക്കി കഴിയുമ്പോ അവൾക്ക് സ്വന്തമായിട്ടൊരു ഹോസ്പിറ്റൽ. ഇപ്പോഴാവുമ്പോ അത് ലാഭത്തിൽ കിട്ടി. എന്നാ പിന്നെ അതങ്ങ് വാങ്ങിച്ചേക്കാന്ന് കരുതി. നന്നായി. നമുക്കൊരു ഹോസ്പിറ്റല് സ്വന്തമായിട്ടുള്ളത് നല്ല കാര്യമാണ്. ഡോക്ടറായി കഴിഞ്ഞാ എന്റെ മോൾ ആരുടെയും കീഴിൽ പോയി ജോലി ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. അവള് സ്വന്തം ഹോസ്പിറ്റലിൽ ജോലി ചെയ്യട്ടെ. അവളുടെ അമ്മ അവൾക്ക് കൊടുക്കുന്ന സമ്മാനം. അതിനൊക്കെ ഇനിയും ഒരുപാട് സമയം കിടക്കുകയല്ലേ? അവിടെ സമൃദ്ധയ്ക്ക് തെറ്റി. നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയാത്ത ഒന്നേ ഉള്ളൂ ഈ ലോകത്ത്, അത് സമയോ. നാളെ എന്താന്ന് നമുക്കറിയില്ല. കിട്ടുന്നൊക്കെ ഇതുപോലെ അങ്ങ് വാങ്ങിച്ചു കൂട്ടിയിടാം. ഹലോ, അയച്ചിട്ടുണ്ടോ? ഞാൻ നോക്കിയിട്ട് ഇപ്പൊ തന്നെ എന്റെ വക്കീലിന് അയച്ചു കൊടുക്കാം. ശരി. സമൃദ്ധ, ഒരു മിനിറ്റേ, ഞാൻ ഇതൊന്ന് ഡീൽ ചെയ്തോട്ടെ. ആ പ്രോപ്പർട്ടിയുടെ ഫോട്ടോസും ഡോക്യുമെന്റ്സും ഒക്കെ അവർ അയച്ചിട്ടുണ്ട്. ക്യാരി ഓൺ. സമൃദ്ധ, ഇതൊന്ന് നോക്കിയേ. ഇതാ ഞാൻ വാങ്ങാൻ പോകുന്ന ഹോസ്പിറ്റല്. ഇത് വലിയ ഹോസ്പിറ്റലാണല്ലോ. സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായിട്ട് തുടങ്ങിയതാ. പാർട്ട്ണർഷിപ്പിലായിരുന്നു. പക്ഷെ അവർക്കിടയിൽ എന്തോ ഒരു പ്രോബ്ലം. പ്രോജക്റ്റിൽ നിന്ന് അവരുടെ മെയിൻ ഫണ്ടർ പിൻവാങ്ങി. അപ്പം അവര് ഇത് വിൽക്കാൻ തീരുമാനിച്ചു. ഭാവിയില് മോൾക്കായിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഇരിക്കട്ടെ. നന്നായി. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. അതെന്താ ഇത്ര പെട്ടെന്ന്? ഇപ്പൊ വന്നല്ലേ ഉള്ളൂ. ഞാനൊരു ആവശ്യത്തിന് ഇറങ്ങിയതാ, അത് നടന്നു. അവന്തികയെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. കണ്ടു. പോയിട്ട് കുറച്ച് അത്യാവശ്യമുണ്ട്. ശരി എന്നാ. ശരി.
ഞാൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് നീ അഭിപ്രായം ഒന്നും പറഞ്ഞില്ലല്ലോ. ആ അമ്മേ, എനിക്ക് പറയാനുള്ളത് ഞാൻ അപ്പോഴേ പറഞ്ഞു കഴിഞ്ഞു. അമ്മ എന്നെ വക്കീലിനെ തെറ്റിദ്ധരിച്ചിരിക്കുക. മോനെ, ആരതിമോളുടെ മനസ്സ് എനിക്കറിയാം. അവക്ക് നിന്നെ വലിയ ഇഷ്ടമാ. ഞങ്ങളെ ഓർത്ത് നീ എതിരൊന്നും പറയരുത്. അങ്ങനെ നിന്റെ ജീവിതം നശിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. നീ ആരതിമോളെ കല്യാണം കഴിച്ചാലേ നിന്റെ ജീവിതത്തിലെ പഴയ സന്തോഷമെല്ലാം തിരിച്ചു വരും. എന്റെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അതിലൊരു മാറ്റവും. സച്ചി, അച്ചു എന്റെ മോളാ. എന്നിട്ട് ഞാനിത് നിന്നോട് പറയണമെങ്കിലേ നിന്റെ കാര്യത്തിൽ എനിക്ക് എത്രയും കരുതലുണ്ടെന്ന് നീ മനസ്സിലാക്കണം. നീ ഈ വിവാഹത്തിന് സമ്മതിച്ചില്ലെങ്കിൽ നിന്നെക്കുറിച്ചും എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയ എന്റെ അച്ഛനെ കുറിച്ച് ഓർത്ത് ആദ്യം എടുത്ത് ചാകുന്നത് ഞാനായിരിക്കും. മോനെ, അച്ഛൻ്റെ ആത്മാവിന് പോലും നിനക്കൊരു ജീവിതം കിട്ടുന്നത് തന്നെയായിരിക്കും സന്തോഷം. നിന്നെ അവൾ അത്രയ്ക്ക് സ്നേഹിച്ചതാ. നമ്മൾ സ്നേഹിക്കുന്നവര് സന്തോഷത്തോടെ ഇരിക്കണമെന്നല്ലേ ആരാണെങ്കിലും ആഗ്രഹിക്കുള്ളൂ. എന്റെ മോളും അത് മാത്രമേ ആഗ്രഹിക്കൂ. അതെനിക്ക് വിശ്വാസമുണ്ട്. ആരതിമോളും നീയും തമ്മിലുള്ള വിവാഹം ഉടനെ തന്നെ നടത്തണം. ഇനിയെങ്കിലും എന്റെ കുഞ്ഞിന്റെ ആത്മാവിന് ശാന്തി കിട്ടട്ടെ. അമ്മ എന്നെ ഇങ്ങനെ ഭ്രാന്ത് പിടിപ്പിക്കല്ലേ. എന്റെ അർച്ചന മരിച്ചിട്ടില്ല. അവൾ ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്റെ കൺമുമ്പിൽ. അധികം താമസിക്കാതെ അവളെ ഞാൻ കൊണ്ടുവരും. എന്തിനാണ് മോനെ അമ്മയോട് ഇങ്ങനെ കള്ളം പറയുന്നത്? ഈ കല്യാണത്തിന് തലവരാൻ വേണ്ടി നീ ഇങ്ങനെ കള്ളം പറയരുത്. അല്ല, കള്ളമല്ല, സത്യം. സത്യം മാത്രമാണ് ഞാൻ പറയുന്നത്. അമ്മയുടെ മോള് ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ അവളെ കണ്ടു. അതെ അമ്മേ, വിശ്വസിക്കണം. എവിടെയാണ് അവള്? പറയടാ, എന്റെ മോള് ജീവിച്ചിരിപ്പുണ്ടോ?